എവ്രിവൺ, ഞാൻ ആരതി. നമ്മുടെ വെഡിങ് എല്ലാം കഴിഞ്ഞ് ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇൻബോക്സിൽ മൊത്തം മെസ്സേജസ് ആണ്. ഞാൻ ചെറിയ രീതിയിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ വർക്ക്സ് എടുക്കുന്നില്ലേ. നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. വർക്ക് എടുക്കുകയാണെങ്കിൽ ഏത് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യണം, ഏത് പേജിലോട്ട് കോൺടാക്ട് ചെയ്യണം എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്യാം, നിങ്ങളത് നോട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്നെ റോബിൻ ചാനും, പ്രത്യേകിച്ച് റോബിൻ ചാനും ഇഷ്ടപ്പെടുന്ന വലിയൊരു സർക്കിൾ തന്നെ ഉണ്ട്. എല്ലാവർക്കും കുറെ പേരൊക്കെ ഞാൻ റോബിൻ ചാനും കല്യാണം കഴിക്കില്ലേ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വെഡിങ് കഴിഞ്ഞപ്പോൾ ഒത്തിരി മെസ്സേജസ് നമുക്ക് വന്നു. ഞാൻ പോലും ഷോക്കായി. ഇൻബോക്സ് മൊത്തം എല്ലാവരുടെയും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയേണ്ടത്. റിയലി താങ്ക് യു. ശരിക്കും നമ്മൾ ബ്ലെസ്ഡ് ആണ് ഇത്രയും ഭയങ്കര സ്നേഹം സപ്പോർട്ടും എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്. ഇനി നമ്മുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻസ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപാട് ആർഭാടം കാണിക്കാനായിട്ടോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ മൊമെന്റ്സ് ആണ് നാളത്തെ നമ്മൾ മെമ്മറീസ് എന്ന് പറയുന്നത്. കുറേ വർഷം കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കാനായിട്ട് ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും മാത്രമായിരിക്കും, ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിൽ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവർക്കും ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകളും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. ഇതിൽ ചെറിയൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ മിസ്സിങ് ആയിരുന്നു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എനിക്ക് സന്തോഷമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കുറെ പേര് പുറത്തായിരുന്നു, കുറെ പേർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ചില ആളുകളൊക്കെ ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ള കാരണം കൊണ്ട് ഉള്ള പോലെ എല്ലാവരും കൂടെ നമ്മൾ കുറെ എൻജോയ് ചെയ്തു. കുറെ വീഡിയോസും ഫോട്ടോസും എല്ലാം കിട്ടി. നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സമയത്തും അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും, നമ്മുടെ പാരന്റ്സും ഫ്രണ്ട്സും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള സമയത്ത് കുറെ നല്ല മൊമെന്റ്സും കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതിലും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനൊരു ഡിസൈനർ ആയത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു സർക്കിള് നമ്മുടെ വെഡിങ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് കോസ്റ്റ്യൂം ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ചെറിയൊരു സർക്കിൾ ഉണ്ടായിരുന്നു. അവരോടാണ് ഇനി പറയാനുള്ളത്. എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എൻ്റെ പ്രൊഫൈലിലൂടെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഇത്ര ഫോട്ടോസ് ഉള്ളൂ, ഇത്ര വീഡിയോസ് ഉള്ളൂ, കൂടി നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ പൊടിയുടെ യൂട്യൂബിൽ ഇടായിരുന്നില്ലേ, ആ സമയത്തല്ലേ ഏറ്റവും റീച്ച് ഉള്ളത്, ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേയും കൂടി പ്രൊമോഷൻ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, നമ്മൾ ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര റീച്ചും കാര്യങ്ങളും ഇൻകം എല്ലാം ചിലപ്പോൾ വരുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ടൈമില് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സംഭവമാണ്. ആ ഒരു മൊമെന്റിൽ എനിക്ക് അവിടെ ഒരു ബിസിനസ്സിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ടൈമിൽ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ കംപ്ലീറ്റ്ലി അതിൽ ഹാപ്പിയാണ്. ഞാൻ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഞാൻ അത് എൻജോയ് ചെയ്തു. വേറെ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നില്ല എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമുണ്ട് തോന്നിയില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. ആ ഒരു സ്പേസിൽ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇപ്പോ അതിനുള്ള സമയമാണ്. നമ്മുടെ വെഡിങ് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പീസ്ഫുൾ ആയിട്ട് ഒന്ന് സമാധാനപരമായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 25th, അതായത് മാർച്ച് 25th
ഞാൻ കുറച്ച് സർപ്രൈസസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ആ ഒരു ചെറിയൊരു ഓഡിയൻസിനെ ഡിസപ്പോയിന്റഡ് ആക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം പ്രൈവറ്റ് ഫംഗ്ഷൻസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് 2 റിസപ്ഷൻ മാത്രമേ കുറച്ച് വീഡിയോസ് ഒക്കെ വന്ന് കുറെ പുറത്തോട്ട് കണ്ടന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രൈവറ്റ് ഫംഗ്ഷൻസ് ആകുമ്പോൾ ഞാനായിട്ട് ഔട്ട് വിടാത്ത കാരണം കൊണ്ട് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, നമുക്ക് കൂടി കാണണം, എന്തായിരുന്നു ഫംഗ്ഷൻ. അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഫംഗ്ഷനിൽ ചില ഫംഗ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറെ ഡ്രസ്സസ് ഒന്നും കംപ്ലീറ്റഡ് ആയിരുന്നില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് 1-2 മാസമൊക്കെ ഇതിനു വേണ്ടി നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് കുറെ ഔട്ടൊക്കെ കൊടുത്തിരിക്കണേന്നാണ്. നമ്മൾ ഫംഗ്ഷൻസിനായിട്ട് ചെയ്തത് റെഡ് സാരിയും ലാവൻഡർ ലെഹങ്കയും മാത്രമാണ്. അതായത് കുറച്ച് സമയം എടുത്ത് ചെയ്തത്, ഒരു 2 to 3 വീക്സ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്തത് ആ ഒരു ലാവൻഡർ ലെഹങ്കയും അതിന്റെ റെഡ് സാരി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കോസ്റ്റ്യൂംസും നമ്മൾ 1 to 2 ഡേയ്സിലാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം പോയ 2 ഡേയ്സ്, അതിലും സമയം നമുക്ക് എടുത്തിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഫംഗ്ഷന്റെ ലാസ്റ്റ് ഡേ വരെ നമുക്ക് കസ്റ്റമർ കമ്മിറ്റ്മെന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ബിക്കു, ചിക്കുവാതിര, ഞാനിപ്പോ പറയുമ്പോൾ എല്ലാവരും ലൈവായിട്ട് കേൾക്കുന്നുണ്ടാവും, ആനി, അന്ന, അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ്. നമ്മളിവിടെ വലിയൊരു മത്സരമായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സും ആണ് അവര്, നമ്മുടെ കസ്റ്റമേഴ്സും ആണ്. എന്റെ സെയിം ഡേറ്റിലാണ് ഇവരുടെ എല്ലാവരും ഫംഗ്ഷൻ ആയിരുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം കംപ്ലീറ്റഡ് ആക്കി അവരെ ഹാപ്പി ആക്കി വിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ജനുവരിയിലാണ് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് എന്റെ ഫംഗ്ഷൻ. വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഡിലേ ആയിട്ടാണ്. ഭയങ്കര ഷോർട്ട് ടൈമിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ എല്ലാം ഡേറ്റ് ടൈം സഹിതം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ്സിന്റെ ഔട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു, അല്ലെങ്കിൽ എത്ര ഷോർട്ട് ടൈമിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തതെന്നുള്ളതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റെക്കോർഡഡ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വരുന്ന മാർച്ച് 25 ഫസ്റ്റ് വീഡിയോ നമ്മൾ ഔട്ടാക്കും. അതായത് നമ്മുടെ കുറച്ച് സ്വീറ്റ് മൊമെന്റ്സും അതുപോലെ ഇന്ത്യയിലെ കൂടെ കുറച്ചിന്റെ നല്ല ഡ്രസ്സിന്റെ കുറച്ച് ഭാഗങ്ങളും അതിന്റെ വർക്കിംഗ് പ്രോസസ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ഡോക്യുമെന്ററി പോലെ കുറച്ച് വീഡിയോസ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. മാക്സിമം അത് എൻജോയ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം നല്ല ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഔട്ട് കൊടുക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മാർച്ച് 25 കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞത്, അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ പറയുന്നത്. മാർച്ച് 25 ഫസ്റ്റ് വീഡിയോ. അതിനുശേഷം ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിനും എല്ലാം താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് മാർച്ച് 25 കാണാം.